ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സോക്കർ മീറ്റ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്, എസ്പെഷ്യലി കേരള ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ SLKയുടെ സെമി ഫൈനലായിരിക്കും. തൃശ്ശൂർ FC മലപ്പുറം FC എന്ന് നേരിടാൻ പോവുകയാണ്. അപ്പം ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പോകുന്നത് ഈ മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ, അതല്ലെങ്കിൽ അവരെങ്ങനെ രണ്ട് ടീം എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആദ്യം തന്നെ മലപ്പുറം FC എടുക്കാം. മലപ്പുറം FCയുടെ കാര്യം പറയുമ്പം എനിക്ക് തോന്നുന്നത് അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു നോക്ക് ഔട്ട് ഗെയിം മെൻറ്റാലിറ്റിയാണ്. നമ്മളിപ്പം അവരുടെ ഒരു കഴിഞ്ഞ 2 സീസണിലെ അവരൊരു പെർഫോമൻസും, അതല്ലെങ്കിൽ ഈ സീസൺ മാത്രം എടുത്താലും മതി. ലീഗിൽ അവർ അത്ര നന്നായിട്ട് കളിക്കുന്ന ഒരു ടീമല്ല. ലീഗിൽ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ കുറച്ച് ശോകമാണ്. ഒരുപാട് ഡ്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ലാസ്റ്റ് ഗെയിം ജയിച്ചിട്ടാണ് അവർ ഈ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തത് പോലും. പക്ഷേ നിങ്ങളിപ്പം വളരെ ഇൻറ്റൻസിറ്റി ഉള്ള ഒരു ഗെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞെങ്കിൽ, എസ്പെഷ്യലി കാലിക്കറ്റിനെതിരെയുള്ള ഗെയിമും അതുപോലെ തന്നെ ഒരു മസ്വിൻ ഗെയിമും ഒക്കെ വരുമ്പം അവർ സ്റ്റെപ്പ് അപ്പ് ചെയ്യാറുണ്ട്. ആ സെയിം സംഭവം മിക്കവാറും നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി അവർ ഈ സെമി ഫൈനലിലും കാണിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരുടെ മിഡ്ഫീൽഡിലുള്ള ഒരു ഫിസിക്കൽ, അല്ലെങ്കിൽ അവരുടെ മിഡ്ഫീൽഡ് പ്ലേയേഴ്സൊക്കെ ഭയങ്കര ഫിസിക്കലാണ്. ഈ ഫിസിക്കാലിറ്റി കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ അവർക്ക് ഈ സെക്കൻഡ് ബോളൊക്കെ പെട്ടെന്ന് വിൻ ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബോൾ വിൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ സെമി ഫൈനലിൽ ഓപ്പോസിഷൻ ടീമിന്, ഈ ഒരു കേസിൽ തൃശ്ശൂരാണ്, തൃശ്ശൂരിന് അത് ഭയങ്കര പ്രഷറിലേക്ക് ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഈ മലപ്പുറത്തിൻ്റെ ഒരു അറ്റാക്കിംഗ് സൈഡ് നോക്കി കഴിഞ്ഞെങ്കിൽ അവർ മൊത്തം പ്ലെയേഴ്സിനെ ഫോർവേഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് ബോൾ കൂടി അവർക്ക് വിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഗോൾസ് വരാനുള്ള, അല്ലെങ്കിൽ തൃശ്ശൂർ പെട്ടെന്ന് ഗോൾ കൺസിഡർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളത് മലപ്പുറം FCയുടെ പ്ലെയേഴ്സാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞെങ്കിൽ ഒരു ഗാലറ്റിക്കോ ടൈപ്പ് പ്ലെയേഴ്സൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറത്തിനാണ്. കാര്യം നമ്മൾ ISL ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ISL ഒക്കെ കളിച്ച് അല്ലെങ്കിൽ ISL ഇതുപോലുള്ള ബിഗ് മാച്ചുകളൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയേഴ്സ് അവർക്കുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാര്യം പ്ലേയേഴ്സിന് ഇങ്ങനെയുള്ള വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിന് അടിമപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഗെയിം കഴിയുന്നു പോകും. പക്ഷേ അവർ എക്സ്പീരിയൻസ് ഉള്ള പ്ലെയർ, അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ തരണം ചെയ്തു വന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉള്ളതുകൊണ്ട് അത് മലപ്പുറത്തിനൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ അവരെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഫാൻസാണ്. കാര്യം നമ്മളിപ്പം എന്തൊക്കെ കളിയാക്കി പറഞ്ഞു കഴിഞ്ഞാലും, തൊള്ള മാത്രമേ ഉള്ളൂ കളിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എല്ലാ സ്റ്റേഡിയത്തിലും, മലപ്പുറം കളിക്കുന്ന എല്ലാ സ്റ്റേഡിയത്തിലും അവരുടെ ഒരു ഫാൻസിൻ്റെ പ്രസൻസ് ഉണ്ട്. അവരത് അത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് തൃശ്ശൂരിന് അവരെ നമ്പേഴ്സ് മാച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും, കാര്യം തൃശ്ശൂരിലാണ് ടൈം നടക്കുന്നത്. പക്ഷേ ഇവിടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ മലപ്പുറം ഫാൻസ് കൊടുക്കുന്ന ഒരു വൈബ് ഉണ്ട്, അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിപ്പോൾ നമ്മൾ കാലിക്കറ്റിൻ്റെ ഗെയിമിൽ നോക്കിക്കഴിഞ്ഞെങ്കിലും, കാലിക്കറ്റിലാണ് കളി നടന്നതെങ്കിലും മലപ്പുറം ഫാൻസും ഈക്വലി ഗെയിമിലുണ്ടായിരുന്നു. അപ്പം ഇത്രയും നല്ലൊരു വൈബ് കിട്ടുമ്പോൾ അത് പ്ലെയേഴ്സിനാണെങ്കിലും ഒരു അഡ്രിനാലിൻ റഷ് കൊടുക്കാനും അവരെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിരിക്കെങ്കിൽ അവരെ ഫാൻസ് തന്നെയാണ്. ബാക്കി 3 കാരണങ്ങൾ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് അവർക്കുണ്ട്. പിന്നെ ഉള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൻ്റെ കാര്യം പറയുമ്പം ഏറ്റവും നല്ല സ്ട്രോങ് ടാക്റ്റിക്കൽ ഷേപ്പുള്ള ഈ SLK സീസണിലെ ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ അത് തൃശ്ശൂരാണ്. അതിപ്പോൾ നിങ്ങൾ അവർ കൺസിഡർ ചെയ്ത ഗോളിൻ്റെ എണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ അവർ പെട്ടെന്നൊന്നും ഒരു ഗെയിമിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഗോളധികം കൺസീഡ് ചെയ്യാറുമില്ല. പിന്നെ അവരുടെ ഒരു ഡിഫൻസിൻ്റെ കാര്യം പറയണം. സോളിഡ് ഡിഫൻസ് ആണ്. അപ്പം ഇതുപോലുള്ള ഗെയിമിലൊക്കെ ആദ്യമേ അവർ ഗോൾ കൺസീഡ് ചെയ്യാതെ അവസാന നിമിഷം ഒരു ഗോൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ മലപ്പുറത്തിന് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ. പിന്നെ തൃശ്ശൂരിന് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു സെറ്റ് പീസ് ത്രെട്ട് തന്നെയാണ്. സെറ്റ് പീസ് ത്രെട്ട് എന്ന് പറയുമ്പം ഇതിപ്പോൾ എങ്ങനെ അഡ്വാൻറ്റേജ് ആയി വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ആദ്യം അവർ നല്ല കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻസ് ചെയ്ത് മലപ്പുറത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കും. പിന്നെ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും കിട്ടുന്ന ഒരു സെറ്റ് പീസ് ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് അവരൊരു ഗോൾ അടിക്കുകയും ചെയ്ത് കഴിഞ്ഞെങ്കിലും ഡെഫിനറ്റ്ലി ദേ വിൽ സിറ്റ് ബാക്ക്. പിന്നെ മലപ്പുറത്തിന് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഓവറോൾ എൻ്റെ ഒരു ഫൈനൽ പ്രഡിക്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3-4 റീസൺസ് ഉണ്ട്. അതായത് ഈ സെമി ഫൈനലിലുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. ബിഗ് മാച്ച് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാക്ടർ. പിന്നെ അതുപോലെ തന്നെ കംബാക്ക് വിൻ ചെയ്ത്, അല്ലെങ്കിൽ അതുപോലുള്ള മത്സരങ്ങളിലും മസ്റ്റ് വിൻ മത്സരങ്ങളിൽ ജയിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഫാൻസ്. ഇതെല്ലാം വെച്ചിട്ട് മലപ്പുറം ഒരു 1-0 അതല്ലെങ്കിൽ ഒരു 2-1 മാർജിനിൽ ഈ ഗെയിം ജയിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഈ തൃശ്ശൂരാണ് ഈ ഗെയിമിൽ ആദ്യം സ്കോർ ചെയ്യുന്നതെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ പിന്നെ മലപ്പുറത്തിന് എന്തെങ്കിലും സാധ്യത ഉണ്ട് എന്നുള്ളത്. കാര്യം ഒരു ഗോൾ തൃശ്ശൂർ സ്കോർ ചെയ്താൽ പോലും അവർക്കത്
ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അത്രയും ടാക്ടിക്കലി ഫിറ്റാണ് ആ ടീം എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ പ്ലീസ് ടു മെൻഷൻ ഇൻ ദ കമൻറ്റ് ബോക്സ്. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടന്റ് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം subscribe or follow the channel. Thank you guys. Thank you so much. Bye. Take care.